കുമ്മിയടിക്കുമയിലേ
മാവേലി മഹാരാജാവിന്റെ പേരിലാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. അതുകൊണ്ട് മാവേലി എന്തായാലും ഒരു സീറ്റ് എടുത്ത് ഇരിക്കുക. സൗന്ദര്യമുള്ള മാവേലിനെ എന്ന് നിങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ചീഫ് ഗസ്റ്റുകളെ വിളിച്ചു തുടങ്ങാം. അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴോട്ട് വരവിന്റെ ഗുഡ്വിൽ അംബാസിഡറായ ബഹുമാനപ്പെട്ട ശരത് കുമാർ MLA അവർക്കും മിസ്സിസ് രാധിക ശരത് കുമാർ അവർക്കും ശാന്തിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. മാവേലി ഇരുന്നോളൂ, ലക്ഷ്മിക്കണം. മാവേലിയുടെ ഞങ്ങൾ അതിന്റെ സന്തോഷത്തിലാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ ആ ദിവസം തന്നെ ശാന്തിയുടെ 15 വർഷം കഴിഞ്ഞ് 16ാമത്തെ വർഷത്തിന്റെ തുടക്കാന്നുള്ളതും നിങ്ങൾക്കറിയാം. 15 വർഷം പിന്നിട്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ പോലെ +2 വരെ വിദ്യാഭ്യാസമുള്ള ഒരു സാധാരണ സ്ത്രീ, ഭർത്താവ് മരിച്ച ഒരു ലോകപരിചയവും ഇല്ലാതെ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് കേരളത്തിലെ ഇത്രയും രോഗികൾ, ഇത്രയും കുടുംബങ്ങളിലെ ഒരു നിലനിൽപ്പിന് ഞാനൊരു കാരണമായി എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ ചെയ്തതായി ഞാൻ അവകാശപ്പെടുന്നില്ല. അവയവദാനത്തെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഞാനൊരു കിഡ്നി കൊടുത്തുകൊണ്ടല്ല, ഇതേപോലെയുള്ള ഒരു വലിയ മനുഷ്യൻ, ഞാൻ എൻ്റെ ശരീരം എൻ്റെ മരണശേഷം അഥവാ എനിക്ക് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ ഭാര്യയുടെ അനുവാദത്തോടു കൂടി തന്നെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ആവശ്യക്കാരന് തരാമെന്ന് നമ്മളോട് വന്ന് പറഞ്ഞിട്ട് ഇന്ന് 1 കൊല്ലം തികയുന്നു. ആ സന്തോഷം നമുക്കുണ്ട്. അങ്ങനെയൊക്കെ പറയാൻ മാത്രം പോരാ. നമ്മൾ കണ്ടുപിടിച്ച ആൾ പറഞ്ഞാൽ ചെയ്യും, ഒരിക്കലേ പറയുള്ളൂ. നിങ്ങൾക്കറിയാമോ, നമ്മളുടെ മൊബൈൽ ഡയാലിസിസ് യൂണിറ്റ് തെങ്കാശി സർക്കാർ ആശുപത്രിയിൽ ഇട്ടിട്ട് 1 രൂപ പോലും ഒരു രോഗിയിൽ നിന്നും മേടിക്കാതെ, ഒന്നിനും മേടിക്കാണ്ട് ഡയാലിസിസും ബ്ലഡ് ട്യൂബും എല്ലാം സൗജന്യമായി കൊടുത്തിട്ട് 8 പേഷ്യന്റിന് ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാം വണ്ടിയുടെ ചെലവാവട്ടെ, ഡയാലിസിസിന്റെ ചെലവാവട്ടെ, സ്റ്റാഫിന്റെ ചെലവാവട്ടെ, എല്ലാം സ്വന്തമായി MLA എന്ന രീതി MLA ഫണ്ട് കൊണ്ടല്ല, അദ്ദേഹം ഈ നമ്മുടെ എന്താ പറയുക ക്യാമറയുടെ മുന്നിൽ നിന്ന് ചൂട് കൊണ്ട് കിട്ടുന്ന പൈസയിൽ നിന്ന്, നമ്മൾ ടിക്കറ്റ് എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുന്ന, സിനിമ കണ്ടു കൊടുക്കുന്ന ആ പൈസയിൽ നിന്ന്, അദ്ദേഹത്തിന്റെ വേർപ്പിന്റെ അംശത്തിൽ നിന്ന് മാത്രം ചെലവാക്കിക്കൊണ്ടാണ് ആ ഡയാലിസിസ് യൂണിറ്റ് നടത്തിപ്പോകുന്നത്. അതിന് സത്യമായും നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഈ ഡയാലിസിസിലുള്ള നിങ്ങൾക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്, അത്രമാത്രം സാമ്പത്തികം ചെലവാക്കി അത് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പിന്നെ മാഡം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സാറ് പിന്നെയും മലയാളമൊക്കെ മനസ്സിലാക്കും. എൻ്റെ കാര്യത്തിൽ ഇത്തിരി കഷ്ടമുണ്ടെന്ന് പറഞ്ഞു, എന്നാലും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങൾ ഏവരുടെയും പേരിൽ ഞാൻ ഇവരെ സ്വാഗതം ചെയ്തിട്ട് ഈ ഓണ ദിവസങ്ങളിൽ നല്ല സന്ദേശം തരാനായി ഞാൻ അവർക്ക് ഓണാശംസകൾ പറയാൻ വേണ്ടിയും നിങ്ങളോടൊപ്പം 2 വാക്ക് സംസാരിക്കാനും ഞാൻ വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. எல்லாருக்கும் வணக்கம். அனைவருக்கும் என்னுடைய ஓணம் ஆசம்சங்கள். சாப்பிட்டீங்களா? ரொம்ப நல்லா இருந்தது. அதாவது இந்த கரையோரமாக உட்காந்து உங்கள் ஓணம் சாப்பிட்றது வந்து ரொம்ப இன்னைக்கு நான் என் ஹஸ்பண்டுக்கும் சொன்னேன். ஐம் ஸோ ஹாப்பி. ஐ ஃபீல் அவ்வளோ ஒரு நிறைவாக இருந்தது. ரொம்ப சந்தோஷம் உங்களோட இன்னைக்கு இந்த நாள் நான் பங்கு கொண்டது. கடவுள் உங்களுக்கு எல்லா நன்மையும் கொடுக்கணும், அதுக்காக நான் வேண்டிக்கிறேன். நீங்கள் எல்லோரும் நல்லா இருக்கணும். முக்கியமாக இவங்க, நான் அவங்கள பார்த்து அவங்கள ரசிச்சுட்டு இருக்கேன். அவங்களுடைய தன்மை, அவங்களுடைய பேச்சு, அவங்களுடைய நடவடிக்கை அவ்வளோ நல்லா செய்கிறாங்க. அவங்க வந்து இவ்வளோ ஒரு
நல்ல காரியத்துக்காக அவங்க முழு மூச்சையும் அர்ப்பணித்து வாழ்ந்துட்டு இருக்காங்க. அதுக்கு என் கணவர் அவர் வந்து எப்பவுமே சோஷியல் ரிஃபார்ம்ஸ், அதாவது சொசைட்டிக்கு நல்லது நடக்கணும், எல்லாருக்கும் நல்லது நடக்கணும்னு நினைக்கிறவர். அவர் கண்டிப்பாக இந்த இன்ஃபர்மேஷன் சாந்தி இன்ஃபர்மேஷன் சென்டருக்கு அவர் குட்வில் அம்பாசிடராக இருக்கார். நானும் அவர் கூட என்றைக்கும் துணையாக இருப்பேன்னு சொல்லி உங்களிடம் விடைபெறுகிறேன். நன்றி. താങ്ക് യു മാഡം, താങ്ക് യു. ഞങ്ങളോടൊപ്പം 2 വാക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അവരുടെ എല്ലാ പിന്തുണയും നമുക്ക് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കേൾക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന സാറ് മലയാളത്തിൽ തന്നെ പറയും. എത്ര തെറ്റുണ്ടെങ്കിലും ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് നമസ്കാരം. അതിനകത്ത് പറയാൻ പറയാം. പിന്നെ എത്തായിരുന്നു കുഴപ്പം, അതെന്താണെന്ന് ഞാൻ പറയുന്നത്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ എപ്പോഴും മലയാളത്തിൽ സംസാരിക്കാം, മലയാളത്തിൽ പറയാൻ പറഞ്ഞിട്ട് തമിഴും ഞാൻ ഉദ്ദേശിക്കുന്നത്. இது வந்து ரொம்ப சந்தோஷம், ரொம்ப சந்தோஷம். எனக்கு ஃபஸ்ட்டு உமாபிரேமன் விஷஸ் பண்ணேன். உமாபிரேமன் the way she has conducted herself, ignited social outlook உண்டு. கடவுள் எல்லாருக்கும் கொடுக்குறாரு, எல்லாருக்கும் கொடுக்குறது. ஏழை பணக்காரன் ஜாதி மதம் அப்பாற்பட்டு இந்த சமுதாயத்தை படுத்திருக்காரு கடவுள். ஆனால் எல்லாருக்கும் வசதி வாய்ப்புகள் கொடுக்குறது அது கடவுளுக்கு தான் தெரியும். ஏன் அது எனக்கு புரியாத ஒரு கேள்வி. நான் கடவுள் என் முன்னாடி வந்தேன்னா ஏன் இந்த மாதிரி பண்ணீங்கன்னு கேட்பேன். கண்டிப்பாக கேட்பேன். அந்த கடவுள் மேலே நம்பிக்கை கொண்டவனா என்னை பொறுத்த வரைக்கும் சிலர் இதற்காக படைக்கப்பட்டிருக்காங்க. ஆனால் சில பேர் வந்து நல்லது செய்யணும், அவங்களுடைய பூர்வ ஜென்ம பயன்கள் எல்லாம் இந்த ஜென்மத்தை அவங்களுக்கு வந்து நீ வந்து மற்றவங்களுக்கு உதவி செய்ய வேண்டும் என்று கடவுளால் சிருஷ்டிக்கப்பட்டவர்கள் தான் சிலர் இருப்பாங்க. அதில் ஒருத்தர் தான் உமாபதி. முதல்ல அவங்கள பார்க்கும்போது என்னை வந்து இவங்க சொல்கிறதுல அவ்வளோ தூரம் உண்மையாக இருக்குமான்னு ஃபஸ்ட்டு ஒரு சின்ன ஒரு மனசில் இவ்வளோ தூரம் பண்ண முடியுமா, இவ்வளோ தூரம் ஃபிட்டே பண்ண முடியுமான்னு பார்த்தேன். நேராக வந்தேன், குருவாயூரில் அவங்களுடைய செயல்களை பற்றி பார்த்தேன், கேட்டேன். அவங்க வந்து இந்த அவேதானம்னு சொல்கிறது வந்து ரொம்ப கஷ்டம். அது அவ்வளோ ஈஸியான காரியம் கிடையாது. இப்போ நானே வந்து எழுதி கொடுத்தனாலும் எனக்கு ஒரு ஸ்ட்ராங்கான ஒரு மனைவி உமாபிரேமன் போல தான் அவங்க ரொம்ப ஸ்ட்ராங் லேடி. இதையும் செஞ்சோம்னா சாதிக்கணும்னு நினைக்கிறவங்க. ஆனால் எனக்கு அப்படி ஒன்று நடந்துச்சுன்னா அவங்க வந்து தைரியமாக எடுத்து கொடுத்துருவாங்க. அது இதயமாக இருக்கட்டும், கண்ணாக இருக்கட்டும், லிவராக இருக்கட்டும், கிட்னியாக இருக்கட்டும், என் மனைவி வந்து அது உடனடியாக செஞ்சுருவாங்க. ஏன்னா என்னுடைய உடல் உறுப்பு மற்றவருக்கு அது இருக்குதுன்னு சொன்னால் அது சந்தோஷப்படுவாங்க. அந்த பிரச்சனை கிடையாது. அதே தான் அவங்க. ஆனால் அந்த மாதிரி எண்ணத்தை முதல்ல உருவாக்கணும். ஏன்னா ஒருத்தருக்கு வந்து ஒரு அந்த சில பிரச்சனைகள் முடிவுக்கு வரும்போது எல்லாராலையும் எல்லாமே பண்ண முடியாது. எல்லாருமே ஹாஸ்பிட்டல் போய் இன்றைக்கி ஒரு ஹார்ட் டிரான்ஸ்பிளான்ட்னா 5 lakhs ஆகும், 6 lakhs ஆகுது. எல்லாராலையும் அந்த 5 lakh 6 lakh கொடுத்து ஹார்ட் டிரான்ஸ்பிளான்ட் பண்ண முடியாது. அப்போ அவங்க யாராச்சும் உதவி பண்ணணும். அந்த உதவி பண்ணுறதுக்கு சிலர் இருப்பாங்க. என்னை பொறுத்த வரைக்கும் நான் வந்து உங்களால் நான் இங்கே நின்றுட்டேன். நீங்கள்லாம் என் படத்தை பார்த்து தியேட்டரில் படம் பார்த்தனால தான் நான் வந்து அந்த படத்தை தான் நான் வந்துட்டேன். நீங்கள் படம் பார்க்கறனால தான் என்னை வச்சு படம் எடுத்தாங்க. படம் எடுத்தனால தான் நான் சம்பாதிச்சேன். ஏன்னா நான் பிஎஸ்சி மேத்தமெட்டிக்ஸ் கிராஜுவேட். 10,000 சம்பாதிச்சிருப்பானா பெரிய லெவலில் சம்பாதிச்சா அந்த காரணம் வந்து இந்த மாதிரி சகோதரர்களும் என்னை வந்து என் படத்தெல்லாம் பார்த்து பெரிய ஒரு நடிகனாக்கி அந்த அந்தஸ்து கொடுத்தனால தான் என்னால் இந்த சொசைட்டி என்னை உருவாக்கியவர்கள் தான் இந்த மக்கள் ரசிக்கப்படுகிறார். யாராக இருந்தாலும் சரி, மலையாளியாக இருந்தாலும் சரி, கன்னடாக இருந்தாலும் சரி, தெலுங்காக இருந்தாலும் சரி, தமிழாக இருந்தாலும் சரி, எல்லாருமே என் படங்களை பார்த்து ரசித்தனால தான் நான் முன்னாடி இருக்கேன். அது முக்கியமாக கேரளாவில் சொல்லணும்னா என்னை சொந்தமான ஒருத்தராக அவங்க மனசில் வச்சுக்கிட்டிங்கன்னா அது காரணம் எடுச்சேன்னு கொடுத்த கேரக்டர். நான் പഴശ്ശിരാജാവിൽ അഭിനയിച്ച് ശരത് കുമാർ എടുച്ചേനൊക്കെ ഒരു വീട്ടിലേക്ക് വന്നില്ലേ. അപ്പോൾ ഈ ക്യാരക്ടർ എടുച്ചേനൊക്കെ ഹിസ്റ്ററിയിലുള്ള ஒரு கேரக்டர். அப்போ அங்கேருந்து என்னை ரசிக்க ஆரம்பிச்சு பேபி ஏற்கனவே தமிழ் படம் பார்த்தீங்க, மலையாளத்திலேயே நடித்த பிறகு இன்னும் என்னை வந்து ஆதரிச்சாங்க. அதனால் இதெல்லாம் நடக்கும்போது உமாபிரேமன் வந்து என்னை பார்த்து பேசும்போது கண்டிப்பாக நான் வரேன், இந்த அவேதானம் செய்யணும் அப்படின்னு சொன்னால் தைரியமாக வந்து சொன்னேன். அப்போ வந்து அவங்க வீட்லேயும் சொல்ல நான் சொன்னேன், அவங்க சொன்னால் கேட்டுக்குவாங்கன்னு சொல்லி மேலே தென்காசி எம்எல்ஏ இருக்கும்போது நான் உமாபிரேமன் சொன்னேன். அங்கே வந்து அங்கே டயாலிசிஸ் யூனிட் അവിടെ ഇല്ല. ആ ഹോസ്പിറ്റലുണ്ട്, 33 acres வருது.
വലിய ஒரு ஆப்பர்ச்சுனிட்டி. ஸோ அது ஒரு டயாலிசிஸ் வந்து இல்லாட்டி அங்கேருந்து திருநெல்வேலிக்கு போகிறதுக்கு 1.5 மணி நேரம். அப்போ டயாலிசிஸ் செய்யணும் கூட ஒரு ஆள்கார் வேணும். காரில் கூப்பிட்டு போனோம் இல்லாட்டி பஸ்ஸில் கூப்பிட்டு போனோம், கூட போயிட்டு 4 மணி நேரம் 5 மணி நேரம் இருந்துட்டு திரும்பி வரணும். அவங்க வேலை செய்கிறவங்கன்னா அவங்க வேலை அன்றைக்கி சம்பளம் போச்சு. ஸோ இவ்வளோ கஷ்டம் இருக்குது அப்படின்னு தெரிஞ்ச பிறகு ஒரு மொபைல் டயாலிசிஸ் யூனிட் வேணும்னு சொன்னேன். உடனே ஒரு மொபைல் டயாலிசிஸ் யூனிட் எனக்கு கொடுத்தேன். உடனே நெல்லைக்கு போனேன். நெல்லையில் தான் நெஃப்ராலஜிஸ்ட் இருக்காங்க. நெஃப்ராலஜிஸ்ட் இருந்தால் தான் டயாலிசிஸ் பண்ண முடியும், ஒரு எமர்ஜென்சி பார்க்க முடியும். அப்போ அந்த டாக்டர் வந்து அங்கே தான் இருக்காங்க, அந்த தென்காசியில் கிடையாது. அப்போ அந்த டீன் சொன்னார் எங்களுக்கும் ஒரு மொபைல் யூனிட் வேணும்னு சொன்னால் நான் திரும்பி உமா பெருமாள் அங்கே ஒரு மொபைல் யூனிட் கொடுக்கணும் அப்படின்னு அங்கேயும் கொடுத்துட்டோம். அதுக்கப்புறம் சொன்னார் இல்லை டயாலிசிஸ் யூனிட்டே இல்லை, ஒரு 10 போல் இருந்துச்சுன்னா நான் பெரிய டயாலிசிஸ் யூனிட் கட்டிடுவோம்னு சொன்னோன்னே கவர்மெண்ட் லெட்டர் எழுதி பர்மிஷன் வாங்கி இப்போ வந்து அவங்க வந்து 10 டயாலிசிஸ் யூனிட் கொடுக்குறாங்க. அங்கே ஒரு 25 லட்ச ரூபா செலவழித்து அங்கே ஒரு கிட்டத்தட்ட 85 லட்ச ரூபா 86 லட்ச ரூபா ஆகும். ஒரு பெரிய டயாலிசிஸ் யூனிட்டு ஃப்ரீயாக வரவங்களுக்கு ஃப்ரீயாக இல்லாட்டி முதல்வர் காவல் திட்டம் அங்கே இருக்குது, இங்கே காரணியாக பயன்படுத்த மாதிரி அங்கே சீஃப் மினிஸ்டர் ரிலீஃப் பண்ணுறதுக்கு அதை வச்சு பண்ணிடுவோம். அது பண்ணுறதுக்கு காரணம் என்னென்னா அது மக்களுக்கு நல்லது பண்ண நினைக்கிறனால தான். எனக்கு ஒரு பெரிய பப்ளிசிட்டிலாம் எனக்கு வேண்டாம். நான் என்னை பொறுத்த வரைக்கும் எல்லாம் கடவுள் கொடுத்துட்டாரு. வீட்டில் சும்மா உட்காந்ததான் அட்லீஸ்ட் இன்னொரு 10 வருஷம் 15 வருஷம் நிம்மதியாக சாப்பிடலாம், தூங்கலாம், குழந்தைங்க நல்லா படிக்கிறாங்க. ஆனால் மனிதனை ஒருவர் படைக்கிறார் என்றால் அது வந்து கொரோனா இருக்கட்டும், பைபிளாக இருக்கட்டும், கீதையாக இருக்கட்டும், தனி ஒரு மனிதனிடம் நீங்கள் டிரான்ஸ்லேட் பண்ணணும். தனி ஒரு மனிதனிடம் கடவுள் அதிகமாக பணம் செல்வாக்கு எல்லாம் கொடுக்குறாருன்னா அது உனக்காக அல்ல, பிறருடன் நீ பகிர்ந்து கொள்வதற்காக, மற்றவங்களுக்கு கொடுக்கறதால உனக்கு நான் கொடுத்துருக்கேன், அது உனக்கே நினைச்சுக்காதுன்னு சொல்லி கடவுள் சொல்லியிருக்காரு. அது மாதிரி தான் நான் எனக்கு கடவுள் நிறையா கொடுக்குறாருன்னு அது காரணம் மக்களுக்கு நீ சேவை செய்ய வேண்டும் என்பதை நல்ல எண்ணம் உள்ளவர்களுக்கு கொடுத்துக்கிறார்கள் நான் நினைக்கிறேன். நல்ல எண்ணம் கொண்ட உமா பிரேமன் நான் இணைந்து என் குடும்பத்தார் இணையும் போது உண்மையிலே சந்தோஷப்படுறேன். ஏன்னா என் குழந்தைகளும் நாளைக்கு உமா பிரேமன் வந்து இது தொடர்ந்து நாங்கள் செஞ்சுக்கிட்டே இருப்போன்றது நிச்சயமாக அது வந்து எந்த ஒரு மாற்றமும் கிடையாது. நான் என் குழந்தைங்களும் அப்போ தான் வளர்க்குறேன். அதை இந்த நல்ல ஒரு நாளில் உங்களோட இருந்து உங்களெல்லாம் சந்தித்து மகிழ்வதற்கு வந்து காரணம் வந்து முதல் இறைவன். ஏன்னா இன்னைக்கு இந்த இடத்துக்கு வரணும்னு சொல்லி எழுதி வைத்திருப்பது அந்த இறைவன். அது வந்து அல்லாவாக இருக்கட்டும், இயேசுவாக இருக்கட்டும், கண்ணனாக இருக்கட்டும், முருகனாக இருக்கட்டும், பிள்ளையாராக இருக்கட்டும், எந்த ஐயப்பனாக இருக்கட்டும், எல்லாம் அந்த கடவுள் நினைச்சாதான் நம்மளாம் சந்திக்க முடியும். அந்த கடவுள் நினைப்பா நம்ம அனைவரும் இன்று சந்திச்சிருக்கோம். அதில் இந்த ஓணம் நடக்கிற சூழ்நிலையில் எல்லாரும் எல்லாம் பெற்று, எல்லா வளமும் பெற்று, நோய் நொடி இல்லாத வாழ்க்கையை பெற்று வருங்காலம் சிறப்பாக உங்களை எல்லாருக்கும் இருக்கணும்னு சொல்லி மீண்டும் அவர்களை உமாப்பிரியவர்களை வாழ்த்திங்கன்னா எடுத்துக்கிற காரியம் மேலும் தொடர வேண்டும், இன்னும் சிறப்பாக நடக்க வேண்டும். பல நல்ல உள்ளங்களை அவங்க ஆதரிக்க வேண்டும். அப்போ தான் மற்றவங்களுக்கு அவங்களால் உதவி பண்ண முடியும். அப்படிப்பட்ட நல்ல உள்ளங்களை அவங்க வந்திருக்கனால தான் நல்லவர்கள் வந்து சேர்றாங்க. ஆனால் நிச்சயமாக அவங்க எடுத்துக்கொண்ட முயற்சியில் இன்றும் வெற்றியடைவார்கள் சொல்லி அனைவருக்கும் மீண்டும் ஒரு வணக்கம் சொல்லி விடைபெறுகிறேன். நன்றி. സാർ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഒരു കാര്യം പ്രത്യേകം പറഞ്ഞത്, ദൈവം ഒരാളുടെ കയ്യിൽ പൈസ കൊടുക്കുന്നത് അയാൾ അത് എടുത്തു വെക്കാൻ വേണ്ടിയല്ല, അയാൾ ഈ സമൂഹത്തിന് അത് തിരിച്ച് ഏത് രീതിയിൽ കൊടുക്കുമെന്ന് നോക്കാൻ കൂടിയാണ്. അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു അനുഗ്രഹം, BSc മാത്സ് പഠിച്ച ഒരാൾക്ക് കിട്ടുന്ന ഒരു പൈസ എന്ന് പറഞ്ഞാൽ ഒരു ജോലി കഴിഞ്ഞ് 10,000 രൂപയോളം കിട്ടുമെന്ന് വിചാരിക്കാം. പക്ഷേ ഈ 10,000 രൂപ കൊണ്ട് മാത്രം ജീവിക്കാതെ നമ്മളുടെ ഇന്ന് ഇത്രയും വലിയ സുപ്രീം സ്റ്റാറായി ഒരുപാട് നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരം തന്ന ദൈവം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്ന, നമ്മളിലൂടെ എത്തിക്കുന്ന പൈസ നമ്മൾക്ക് തന്നെ, സമൂഹത്തിന് തന്നെ തിരിച്ച് ചെലവാക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വലിയ സന്ദേശമാണ് ഇന്ന് പലരും സമൂഹത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം എൻ്റെ അടുത്ത് എന്ത് തന്നോ, എൻ്റെ ഭർത്താവ് മരിച്ച് 3 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ സമൂഹത്തിന് അത് കൊടുത്തു. എന്നിട്ട് പാവപ്പെട്ട ആളുകൾ ഗൾഫിൽ പോയി മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് അവരുടെ ഒറ്റ വേർപ്പെങ്കിലും ചിന്തി തന്ന ആ പൈസ കൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം 400 രൂപയ്ക്കോ 500 രൂപയ്ക്കോ ഒന്നും ഡയാലിസിസ് ചെയ്താൽ നടത്താൻ പറ്റുന്നതല്ല യൂണിറ്റ്. ഒരു ഡയാലിസിസ് യൂണിറ്റിന് ഒരു മാസം 4 ലക്ഷം രൂപ, പാലക്കാട് യൂണിറ്റ് നിലനിൽക്കുന്ന വെച്ചാൽ 4 ലക്ഷം രൂപ വേണം. നമുക്ക് അവിടുന്ന് 1 ലക്ഷം രൂപയാണ് കിട്ടുന്നത്, 1,12,000 രൂപ. ബാക്കിയുള്ള എല്ലാ പൈസയും ഞാൻ ഗൾഫിൽ പോയി നടന്ന്, ഇന്നും നമുക്ക് 10-30 ലക്ഷം രൂപ ബാധ്യതയുണ്ട്. ഞാൻ ആ സാറിനോട് പറഞ്ഞു, ഇതേപോലെ ഗൾഫിൽ സാറിനെയും മാഡത്തിനെയും കൊണ്ടുപോയി ഒരു ചാരിറ്റി ഡിന്നർ നടത്തി നമ്മുടെ ബാധ്യതകളൊക്കെ നമുക്ക് തീർക്കാം കുറേശ്ശെയായിട്ട്. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും വരില്ല. പാലക്കാട് മിഷനൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2 മിഷൻ ഇന്നലെ പുതിയത് സിദ്ദീഖ് അഹമ്മദിനോട് പറഞ്ഞ് അവിടെ എത്തിച്ചിട്ടുണ്ട്. വയനാട്ടിൽ ഇപ്പോൾ വെള്ളമില്ല എന്ന് പറഞ്ഞു. ഒരു മാസം 4,000 രൂപയ്ക്കാണ് വെള്ളം മേടിക്കുന്നത്. ഈ മഴയൊന്നും പെയ്തിട്ട് വെള്ളമായില്ല.
അങ്ങനെയാണ്. പിന്നെ തൃശ്ശൂരിൽ ഇതാ ഇപ്പോൾ ഒരു പുതിയ ബോംബ് നമ്മൾ അവിടുന്ന് യൂണിറ്റ് താഴെ അണ്ടർഗ്രൗണ്ടിലേക്ക് മാറ്റണമെന്ന്. അണ്ടർഗ്രൗണ്ടിൽ വെള്ളം കയറും. അണ്ടർഗ്രൗണ്ടിൽ വെള്ളം ഇത് മാറ്റിക്കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ നമ്മൾ പുറന്തള്ളുന്ന വെള്ളം എത്രയാണെന്നറിയോ? 1000 ലിറ്റർ വെള്ളം. ഈ 1000 ലിറ്റർ വെള്ളം ഒരു ടാങ്ക് വെച്ച് പിടിച്ച് എന്നിട്ട് മുകളിലോട്ട് അടിക്കണം. അപ്പോൾ അതിൻ്റെ ഇലക്ട്രിസിറ്റി മോട്ടർ ചെലവ്. അതുമാത്രമല്ല, യൂണിറ്റ് അങ്ങോട്ട് മാറ്റണമെന്ന് എനിക്ക് 2 ലക്ഷം രൂപ വേണം. ആ റൂം താഴേക്ക് കൊണ്ടുവന്ന് ബാത്റൂം സെറ്റ് ചെയ്യാവട്ടെ, കുന്നംകുളത്തിനാവട്ടെ, KMM-ന്നാവട്ടെ ഓടി വന്ന് അഡ്മിറ്റ് ആവുന്ന ഒരു സ്ഥാപനമാണ്. ഇതെല്ലാം കണ്ടമാനം പ്രശ്നങ്ങൾ. ഒരു മാസം നമ്മുടെ ഇത്രയും സ്ഥാപനങ്ങൾ നടന്നു പോകണമെന്ന് 15 ലക്ഷം രൂപ വേണം. മിഷൻ മെയിൻ്റനൻസ് ഒരു വർഷം 12 ലക്ഷം രൂപ വരണ്ടേ, AMC-യും സ്പെയർ പാർട്സും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പോൾ ആംബുലൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ നിങ്ങളെ വീട്ടിൽ നിന്ന് ഡയാലിസിസിന് എടുത്ത് തൃശ്ശൂർ ഡയാലിസിസ് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഫ്രീ ആയിട്ട് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലരും ടാക്സി വിളിച്ചാൽ പറയണം, ഈ സൗജന്യ ഡയാലിസിസ് കിട്ടിയിട്ട് ടാക്സി വിളിച്ച് വന്നാൽ എങ്ങനെ ജീവിച്ചു പോകും? ആ ചിലവും വഹിക്കാം. പുതുതായിട്ട് നമുക്കപ്പോൾ 20,000 രൂപ എക്സ്ട്രാ ചിലവായി. പക്ഷെ എന്നാലും നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങൾ ഒരാളുടെ മുന്നിൽ നിങ്ങൾ കൈ നീട്ടരുത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൈനീട്ടാം. അതാണ് ഞാൻ പറയുന്നത്. അതേപോലെ ഇവർ വന്നിട്ടുള്ളത് ലക്ഷദ്വീപിൽ നിന്നാണ്. ലക്ഷദ്വീപിൽ നിങ്ങൾക്കറിയാം, ഒരു ആശുപത്രിയോ സൗകര്യങ്ങളോ ഒന്നുമില്ല. എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഹെലികോപ്റ്ററിൽ വേണം ഇവർ വന്ന് എയർപോർട്ട് അഗത്തിയിലെത്തി, അഗത്തിയിൽ നിന്ന് ഫ്ലൈറ്റിൽ വേണം വരാൻ. അപ്പോൾ അവിടെ വളരെ കഷ്ടമാണ്. ഞാൻ അവിടെ ഇങ്ങനെ ഒരു പേഷ്യൻ്റ് അവിടെ നിന്ന് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എപ്പോഴാണ് ഡയാലിസിസ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ പോവുക? സിസ്റ്ററെ, എൻ്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം കബറടക്കി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകും. 100% മുസ്ലിംസ് ഉള്ള ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെ എൻ്റെ ഭാര്യ മരിച്ച് ഇവിടെ പള്ളിയിൽ ദഹിപ്പിച്ച് കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുടുംബത്തോടു കൂടി തിരിച്ചു പോകും. അവർ നിസ്സംഗത, ഒരു ചെറിയ റൂം, ഹോട്ടൽ റൂമിൽ ഭക്ഷണവും രോഗിയും ബന്ധുക്കളും എല്ലാം കൂടി തിങ്ങിത്തിറങ്ങി. ആ റൂമിന് 600 രൂപ 700 രൂപ കൊച്ചിയിൽ, ഏറ്റവും ചെലവ് കുറഞ്ഞത്. അവിടുത്തെ ജീവിതം 6 മാസമൊക്കെ നിന്ന് ഈ മരിച്ചു കഴിഞ്ഞ് അവർ പോകുമ്പോൾ ഒരു നിസ്സഹായാവസ്ഥ. ഈ ഡെഡ് ബോഡി അവിടെ എത്തിക്കണം വെച്ചാൽ അതിനുള്ള ചെലവ് 5 ലക്ഷം രൂപയാണ്, അല്ലേ? ഇവരവിടെ നിന്ന് വരുന്ന ഈ മരിച്ച ഒരാൾക്ക് വേണ്ടി 5 ലക്ഷം ചെലവാക്കാൻ നമുക്ക് കഴിയും? ജീവിച്ചിരിക്കുന്ന നമ്മൾ പട്ടിണിയും മരിച്ച ആൾക്ക് 5 ലക്ഷം. അപ്പം എന്ത് ചെയ്യും? കണ്ടവർ മതി. ഈ 4 പേരുടെ സാന്നിധ്യത്തിൽ ആ പള്ളിയിൽ അവിടുത്തെ കാർമ്മികളുടെ മുന്നിൽ വെച്ച് അത് നടത്തി പോകുമ്പോൾ ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ടാവും, അല്ലേ? സാധാരണ മരണത്തെക്കാൾ കൂടുതൽ വേദനയുണ്ടാവും. അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മളിപ്പോൾ അവിടെ 2 ഡയാലിസിസ് മെഷീൻ ഇട്ട് ഒരു യൂണിറ്റ് സ്ഥാപിക്കുന്നത്. ആൾമോസ്റ്റ് പ്ലംബിംഗ് ഇലക്ട്രിക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ആരാണ് പാലക്കാട് യൂണിറ്റിൽ നിന്ന്? ആരാണ് വെച്ചാൽ ഒന്ന് ഇങ്ങോട്ട് വരാം. തൃശ്ശൂരിൽ നിന്ന് ആരാണ്? ഞങ്ങളുടെ യൂണിറ്റിൻ്റെ അഭിനന്ദനാർഹിച്ചുകൊണ്ട് നരക്കുമാറിനതായിരിക്കും നന്ദി രേഖപ്പെടുത്തിയുള്ളൂ. കുമാർ സാർ അവர்களுக்கும் വൈഫായ നാദി അവர்களுக்கும் ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഓണാശംസകൾ എത്തിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഓണാശംസകൾ. ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് ഇവിടെ വന്ന് ചെയ്തിട്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് അവിടുന്ന് ഇവിടെ വന്നിട്ട് ചെയ്തിട്ട് പോയിട്ടിരിക്കുന്നു. കോയമ്പത്തൂർ പലയിടത്തും ചെയ്തിട്ടിരിക്കുന്നു. യാതൊരു കുഴപ്പമില്ല. നന്നായിട്ട് തൃപ്തിയാണ് ഇവിടെ വന്ന് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ചെയ്യിച്ചാലും വേണ്ടില്ല, സംഖ്യ വളരെ കൂടുതലാണ്. എനിക്ക് അവിടെ ഒരു ഡയാലിസിസ് കഴിഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞാൽ 2500 ഡയാലിസിനും ഇവിടെ അതേ സമയത്ത് 800 ഒരു 900 റുപ്യയിൽ കൂടുതൽ വരിക. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. എനിക്ക് വളരെ അഭിമാനമാണ്. ഒരു യുവം പേപ്പറിൽ കണ്ടപ്പോൾ ഞാൻ ഫോൺ നമ്പറിൽ അത് വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു ടെസ്റ്റ് ചെയ്തു, ഒരു പറഞ്ഞു ടെസ്റ്റ് ഡോക്ടർ വിശേഷം തുടങ്ങി. എനിക്ക് വളരെ സന്തോഷമായി. ഇതുപോലെയുള്ള ആ സന്തോഷം അവിടെ ചാലക്കുടി ജോലി ചെയ്യുന്ന ആൾക്കൊക്കെ ഉണ്ടാവുമെന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ യൂണിറ്റിനെ കൊണ്ടുള്ള ഉപകാരം എനിക്ക് മറക്കാൻ സാധിക്കാത്തതാണ്. നമ്മളെല്ലാവരും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും ചെയ്യുന്നവരാണ്. നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിലും ദൈവം പോലെ കണ്ട ഒരു അമ്മയാണ് ഉമാപ്രഭ. കാരണം ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു, എന്നെപ്പോലെ ഇവിടെ എല്ലാവരും ജീവിച്ചിരിക്കുന്നെങ്കിൽ ഉമാപ്രഭനും അതായത് ശാസ്ത്ര സാറും
ഇവര് എല്ലാം ചേർന്ന് സഹായിക്കട്ടെ. ഇനി അവർക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ, നമുക്ക് അവര് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓണാശംസകളും സർത്ത് സാറിനും മാഡത്തിനും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഉമാപ്രേമൻ്റെ എൻ്റെയും എൻ്റെ യൂണിറ്റിൽ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരും ഓണാശംസകൾ നേരട്ടെ. അവർ അടുത്ത വർഷം എന്താ പറയുക 100 ആയുസ് അവർക്ക് കൊടുക്കട്ടെ, അവർ നമ്മളെ നേരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ചോദിക്കും. ബഹുമാനപ്പെട്ട രാധിക മേഡം, മറ്റ് ജനങ്ങളെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ലക്ഷദ്വീപുകാരാണ്, കേരളത്തിൽ വന്ന് ചികിത്സ നേടുന്നവരാണ്. അത്തരം ഒരു മേഖലയിലുള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലബിനും പുഷ്പ ക്ലബിൻ്റെ പേരിലാണ് ഞങ്ങളുടെ പേരിൽ ബഹുമാനപ്പെട്ട ഉമാപ്രേമൻ ഞങ്ങൾ ബന്ധപ്പെട്ടതനുസരിച്ച് ഒരു യൂണിറ്റ് ലക്ഷദ്വീപിലേക്കും തരാൻ സമ്മതിച്ചിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞത് അടുത്ത മാസം തന്നെ ഇനാഗുറേഷൻ ചെയ്യുവാൻ കഴിയുമെന്നാണ്. സർവശക്തനായ അള്ളാഹു അതിന് തോഫീക്ക് നൽകുമാറാവട്ടെ. ശരസ്ഥാറിനും ഇത് നോക്കി നടക്കുന്നവർക്കും അള്ളാഹു എപ്പോഴും ഞാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാം. നമസ്കാരം. 2006 അബുദാബിയിൽ വേറെ സേവകളാണ്. 2006 ഒരു റേഡിയോയിൽ ഒരു ഇൻ്റർവ്യൂ കേട്ടിട്ട് ഉമാപ്രേമനെ മാതൃകയാക്കിയ ഒരാളാണ് ഞാൻ. കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ഉമാപ്രേമനെ മാതൃക ആക്കി തന്നെ ലിവർ ഡൊണേറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. സജീവമായിട്ട് കേരള സോഷ്യൽ സെൻ്ററുമായി ബന്ധപ്പെട്ടിട്ട് ചാരിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും ഉമാപ്രേമനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പല ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ചും ഓർഗൻ ഡൊണേഷനെ കുറിച്ചും നിരന്തരമായി ചർച്ച ചെയ്യുകയും യങ്ങിസ്റ്റ് ആയിട്ടുള്ള ഡോണറുകളെ അതില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡൊണേഷന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉമാപ്രേമനും പ്രത്യേകിച്ച് ശരത് സാറിനും എൻ്റെ ഓണാശംസകൾ. ഇനി നമുക്ക് എന്താ പറയുക, നമുക്കിവിടെ ഇവർക്ക് ഇനി പോകാനുള്ളതാണ്. അപ്പോൾ ഇവരെ ഒന്ന് നമുക്ക് പറഞ്ഞേക്കാം. നിങ്ങളെല്ലാവർക്കും തിരിച്ചു പോകണം. പാലക്കാടും വയനാടും എല്ലാം ഒരുപാട് അകലെന്ന് വന്നിട്ടുള്ളതാണ്. വന്ന് എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത് ശാന്തിയുടെ വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിക്കാൻ ഇവിടെ അവസരം തന്നതും പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ അവർ വളരെയധികം സപ്പോർട്ടാണ് ചെയ്തത്. ഞങ്ങൾക്ക് പൈസയല്ല, നിങ്ങളിങ്ങനെ ഒരു പരിപാടി ഇതിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങളും ചെയ്തെന്ന് അവരോട് നന്ദി പറയാം. പിന്നെ അവരോട് നന്ദി പറയുന്നതിനൊപ്പം തന്നെ ഇവരോട് നന്ദി പറയാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവരും നമ്മൾ 3 ആൾ ഒന്നാകുമ്പോൾ ഇത് നമ്മളെല്ലാവരും ഒന്നാകുമ്പോൾ ഒരാൾക്ക് എങ്ങനെ നന്ദി പറയാം? അപ്പോൾ പിന്നെ എനിക്ക് നന്ദി പറയുന്ന പോലെ ആവും. ഇതും ഇവരുടെ സേവനം ഔദാര്യമല്ല, ഞങ്ങളുടെ ഒക്കെ കടമയാണ്, നമ്മുടെ ഒക്കെ കടമയാണ്. അവരുടെ കടമ അവർ നടത്തുന്നു, എൻ്റെ കടമ ഞാൻ നടത്തുന്നു. നിങ്ങളെ കൊണ്ട് നിങ്ങളെല്ലാവരും കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമാകാൻ ഒരു വാക്ക് കുഴപ്പമില്ല, നടക്കും എന്ന് പറയാൻ പറ്റുമെങ്കിൽ അതും ഒരു സേവനമാണ്. അത്തരത്തിൽ നമ്മളെല്ലാവരും സേവന താല്പര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഈ ഓണവും വരുന്ന കാലങ്ങളും ഒക്കെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. 16ാമത്തെ വർഷം തുടങ്ങുമ്പോൾ നമ്മൾ ഇനിയും ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ സമൂഹ നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ ഒരു ഒറ്റക്കെട്ടായി നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവർക്ക് പോകാൻ സമയമായതുകൊണ്ട് ഇവിടെ വെച്ചത് അവസാനിപ്പിക്കുന്നു.